Hello students, welcome to this channel. Today we are going to discuss the topic about radius of convergence and interval of convergence. അപ്പോൾ ഒരു സീരീസ് നമുക്ക് തരുമ്പോൾ ആ സീരീസിൽ നിന്ന് എങ്ങനെ റേഡിയസ് കണ്ടെത്താം, അതിൻ്റെ കൂടെ ഇൻ്റർവൽ ഓഫ് കൺവേർജിങ്, അതായത് കൺവേർജൻസിനെ കുറിച്ച് മാത്രമാണ്. എപ്പോൾ കൺവേർജ് ചെയ്യും, അത് ഏതൊക്കെ ഇൻ്റർവെല്ലിൽ വരും എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു തിയറമുണ്ട്. ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, അതിൻ്റെ പ്രൂഫ് ഒന്നും വേണ്ട. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഫോർ എനി പവർ സീരീസ് എക്സ് എക്സാക്ട്ലി വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. ഒരു പവർ സീരീസ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിരിക്കാം. അത് എന്താണ്? അതായത് സീരീസ് കൺവേർജസ് ഓൺലി ഫോർ എക്സ് ഈക്വൽ ടു 0. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൺവേർജിങ് ഓപ്ഷൻ ഉണ്ട്. The series converges only for a particular point. Next one, the series converges absolutely and hence converges for all values of x എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺവേർജസ് അബ്സല്യൂട്ട്ലി എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? ആ സീരീസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുമ്പോൾ ആ സീരീസ് കൺവേർജ് ചെയ്താൽ നമ്മൾ ആ സീരീസിനെ എന്ത് പറയും? കൺവേർജസ് അബ്സല്യൂട്ട്ലി. ഇത് ഒരു ഓപ്ഷനായിട്ട് വരാം. ചിലപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ദ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആൻഡ് ഹെൻസ് കൺവേർജസ് ഫോർ ഓൾ എക്സ് ഇൻ സം ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ആർ കൊമ ആർ. ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ചിലപ്പോൾ നമുക്ക് കൺവേർജിങ് വരാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഓപ്പൺ ഇൻ്റർവെല്ലിനകത്ത് സപ്പോസ് -1,1, ചിലപ്പോൾ -3,3 എന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൺവേർജിങ് വരുന്നത് ഇൻ എ മൈനസ് ഇൻ്റർവൽ -r, r ആൻഡ് ഡൈവേർജസ് ഔട്ട്സൈഡ് ദ ഇൻ്റർവൽ. അതായത് ഒരു ഇൻ്റർവൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ -r + r ആണെങ്കിൽ ഈ ഇൻ്റർവെല്ലിന് അകത്തുള്ള വാല്യൂസ് മാത്രമാണ് കൺവേർജിങ് എങ്കിൽ അതായത് ഗ്രേറ്റർ ദാൻ ആറും ലെസ് ദാൻ -r എന്ന പോയിൻറ്റും എന്തായിരിക്കും? ചിലപ്പോൾ ഡൈവേർജിങ് ആവാം. അതെന്താണെന്നുള്ളത് നോക്കാം. ആൻഡ് ഡൈവേർജസ് ഇഫ് എക്സ് ലെസ് ദാൻ ഹിയർ. സോ അപ്പോൾ ഈ പോയിൻറ്റിൽ ഡൈവേർജസ് ആണ്. എക്സ് ലെസ് ദാൻ -r ഡൈവേർജിങ്, അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ആറിലും ഡൈവേർജിങ് ആണെങ്കിൽ അപ്പോൾ അറ്റ് എയ്തർ എനി ഓഫ് ദീസ് വാല്യൂസ് എക്സ് ഈക്വൽ ടു ആർ ഓർ എക്സ് ഈക്വൽ ടു -r ദ സീരീസ് മേ കൺവേർജ് അബ്സല്യൂട്ട്ലി ഓർ ഇറ്റ് മേ കൺവേർജ് കണ്ടീഷണലി ഓർ ഇറ്റ് മേ ഡൈവേർജ് ഡിപ്പെൻഡിങ് ഓൺ ദ പർട്ടിക്കുലർ സീരീസ്. അതായത് ഇനി ഇതിൻ്റെ ഇപ്പുറത്ത് രണ്ട് സൈഡും ഈ ഇൻ്റർവെല്ലിനകത്ത് കൺവേർജിങ് ആണ്, ഇൻ്റർവെല്ലിന് പുറത്തുള്ള രണ്ട് റീജിയനും ഡൈവേർജിങ് ആണ്. ചിലപ്പോൾ നമ്മുടെ ഇൻ്റർവെല്ലിലെ പോയിൻ്റ്, അതായത് ബൗണ്ടറി പോയിൻറ്റ്സും ചിലപ്പോൾ നമുക്ക് കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ മേ കൺവേർജ് അബ്സല്യൂട്ട് കൺവേർജൻസ് ആവാം, ചിലപ്പോൾ അത് കണ്ടീഷണൽ കൺവേർജൻസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡൈവേർജിങ് ആയിരിക്കാം. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റിലും വരാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇൻ്റർവെല്ലിനകത്ത് നോക്കണം, ഇൻ്റർവെല്ലിൻ്റെ പുറത്ത് നോക്കണം, ഓൺ ദ ഇൻ്റർവെല്ലും നമ്മൾ നോക്കണം. അതാണ് കേസ്. അപ്പോൾ നമുക്ക് വരുന്ന കേസ് അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. സോ ദീസ് ആർ ദ 3 points which we have to remember compulsorily. നെക്സ്റ്റ് വൺ, ഇൻ്റർവൽ ഓഫ് കൺവേർജൻസിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഈ തിയറത്തിൽ പറയുന്നത് എന്താണ്? ദ കൺവേർജൻസ് സെറ്റ് ഓഫ് എ പവർ സീരീസ് ഇൻ എക്സ് ഈസ് ഓൾവേസ് ആൻ ഇൻ്റർവൽ സെൻറ്റേർഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ആ ഇൻ്റർവെല്ലിൽ സെൻറ്റർ പോയിൻ്റ് എന്തായിരിക്കണം? എക്സ് ഈക്വൽ ടു 0. ആൻഡ് ഓൾസോ ദ കൺവേർജൻസ് സെറ്റ് ഓഫ് എ പവർ സീരീസ് ഇസ് കോൾഡ് ദ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്. അതായത് നമുക്ക് വരുന്ന ഇൻ്റർവൽ -r, r എന്നാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്. ഇനി ചിലപ്പോൾ അപ്പോൾ ഈ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് നമുക്ക് വരുന്ന ഇൻ്റർവൽ എന്താണോ കൺവേർജിങ് ആണെങ്കിൽ, ഈ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് ആണെങ്കിൽ, കൺവേർജിങ് ആണെങ്കിൽ ഇതാണ് ഇൻ്റർവൽ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഇഫ് ദ കൺവേർജൻസ് സെറ്റ് ഇസ് ദ സിംഗിൾ വാല്യൂ എക്സ് ഈക്വൽ ടു 0. ചിലപ്പോൾ നമുക്ക് ഇൻ്റർവെല്ലൊന്നും വരത്തില്ല. ഇൻ്റർവെൽ വരാണ്ട് ചിലപ്പോൾ ഒരു സിംഗിൾ പോയിൻ്റ് മാത്രമായിരിക്കും വരുന്നത്. ആ സിംഗിൾ പോയിൻ്റ് മാത്രമാണ് കൺവേർജൻസ്. ഈ പോയിൻറ്റിൽ കൺവേർജിങ് ആണെങ്കിൽ then we say the radius of convergence is 0. So we have to remember that the radius of convergence is 0. Next one, if the converging set is -∞, +∞, ഓപ്പൺ ഇൻ്റർവൽ -∞, +∞ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇസ് +∞. അപ്പോൾ ഇഫ് ദ ഓപ്പൺ ഇൻ്റർവൽ ഓഫ് -r, r ആണെങ്കിൽ, ചിലപ്പോൾ -r, r ആണ് കൺവേർജൻസ് എങ്കിൽ വി സേ ദാറ്റ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇസ് r എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇതാ നോക്കിക്കേ, ഒരു സെൻറ്റർ പോയിൻ്റ് എന്താണ്? 0. ആ സെൻറ്റർ പോയിൻ്റ് 0 ആണെങ്കിൽ
സീറോയ്ക്ക് അപ്പുറത്തും ഡൈവേർജിങ് ആണ്, സീറോയ്ക്ക് റൈറ്റ് സൈഡിലും ഡൈവേർജിങ് ആണ്. ബട്ട് ദ സെൻറ്റർ പോയിൻറ്റ് കൺവേർജിങ് ആണെങ്കിൽ, ദ സെൻറ്റർ പോയിൻറ്റ് ഈസ് കൺവേർജിങ്, ദെൻ വി സേ ദാറ്റ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് എ സിംഗിൾ പോയിൻറ്റ് ആർ ഈക്വൽ ടു 0. ഇനി റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈക്വൽ ടു, സപ്പോസ് എല്ലാ വാല്യൂസും ഈ ഇൻ്റർവലിനകത്ത് എല്ലാ വാല്യൂസിനും കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളെന്ത് പറയും, റേഡിയസ് ഓഫ് ഇൻഫിനിറ്റി. അതായത് -∞ മുതൽ +∞ വരെ കൺവേർജിങ് ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇസ് +∞. ഇനി അടുത്ത ഇതിൽ ഓപ്ഷൻ, ഇപ്പോൾ 0 പോയിൻറ്റ് അറ്റ് ദിസ് പോയിൻറ്റ് ഇറ്റ് ഇസ് കൺവേർജിങ്. ഇനി ഈ ഇൻ്റർവലിനകത്ത് കൺവേർജിങ് ആണ്, -r,r കൺവേർജിങ് ആണ്, ഗ്രേറ്റർ ദാൻ r ഡൈവേർജിങ് ആണ്, അതേപോലെ ലെസ് ദാൻ -r ഡൈവേർജിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് r. അതായത് ഇൻസൈഡ് ദിസ് ഇൻ്റർവൽ -r,r ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് r. ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനിതിങ്ങനെ പറയുന്നത് കാരണം, അല്ലെങ്കിൽ ഞാനിത് വായിക്കുന്ന കാരണം നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നില്ല. ബട്ട് ദ വൺ തിങ് ഈസ് യു മസ്റ്റ് നോ ദീസ് പോയിൻറ്റ്സ്, ബിക്കോസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ പഠിക്കുന്ന റേഷ്യോ ടെസ്റ്റ്, അബ്സല്യൂട്ട് കൺവേർജൻസ്, കണ്ടീഷണൽ കൺവേർജൻസ്, ഓൾട്ടർനേറ്റിംഗ് സീരീസ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു പ്രോബ്ലം, റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബേസ്ഡ് ഓൺ ദീസ് കണ്ടീഷൻസ്, ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലില്ല എങ്കിലും, ഇഫ് യു ഡു ദ കാൽക്കുലേഷൻസ്, അതായത് സ്റ്റാർട്ടിംഗ് കാൽക്കുലേഷൻസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ളതേ മാറി വരത്തുള്ളൂ. അവിടെ നമുക്ക് ചേഞ്ചസ് വരുന്നത് ഈ കണ്ടീഷൻസ് പഠിച്ചാൽ മാത്രമായിരിക്കും പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിസിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് ആൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ സമ്മേഷൻ k വേരീസ് ഫ്രം 0 to ∞ x റൈസ് ടു k. അപ്പോൾ ഇതിൻ്റെ കേസിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത്, സാധാരണ ഇവിടെ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേർജൻസ് ആണ് എടുക്കുന്നത്. കാരണം ചില കേസസ് അബ്സല്യൂട്ട് കൺവേർജൻസ് പറയണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിലോ കണ്ടീഷണൽ കൺവേർജൻസ് പറയണമെങ്കിലോ അബ്സല്യൂട്ട് വാല്യൂസ് വേണം. അതായത് ആ സീരീസിൻ്റെ മോഡുലസ് വാല്യൂസ് നമുക്ക് വേണം. അതിനായിട്ടാണ് നമ്മളിവിടെ റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് റേഷ്യോ ടെസ്റ്റ്. കാരണം റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേർജൻസ് എന്ന് പറയുമ്പോൾ അതിൽ മോഡുലസ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. സോ ഓൺ അപ്ലൈയിങ് ദ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേർജൻസ് ടു ദ ഗിവൺ സീരീസ്, ലെറ്റ് റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് uk + 1 ഡിവൈഡഡ് ബൈ uk, ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഈ സീരീസിനെ എങ്ങനെ എടുക്കണം? വി ഹാവ് ടു ടേക്ക് ദിസ് സീരീസ് ആസ് summation k varies from 1 to infinity of uk. അതായത് you have to take let uk is equal to x raised to k. Therefore uk plus 1 is equal to എന്താണ്? x raised to k plus 1, which can be splitted as x raised to k into x raised to 1. So therefore limit k tends to infinity, you will be getting ഇതിൽ x raised to k cancel ആവും, ബാക്കിയുള്ളത് മോഡുലസ് ഓഫ് x. ഇനി k tends to infinity ആണ്. ഇവിടെ k ഉണ്ടോ? ഇല്ല, k ഇല്ല. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നമുക്കവിടെ ഒന്നും തന്നെ ഇല്ല. സോ therefore which means that it is a constant. So therefore ഇവിടെ, അതായത് കോൺസ്റ്റൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ k എന്ന ടേം ഉണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ k എന്ന വേരിയബിൾ ഇവിടെ ഇല്ല, ഇവിടെ വരുന്നത് മോഡുലസ് ഓഫ് x. ഇതിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ therefore the answer is equal to modulus of x. Now the series converges absolutely. എപ്പോഴായിരിക്കും ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേർജൻസ് ഈ സീരീസ് എപ്പോൾ കൺവേർജ് ചെയ്യും? ഇറ്റ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ഇഫ് റോ ഇസ് ലെസ് ദാൻ 1. ഇഫ് റോ ഇസ് ലെസ് ദാൻ 1, വിച്ച് മീൻസ് നമുക്കിവിടെ റോ വാല്യൂ എന്താണ്? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1. Next one, and it converges absolutely എന്ന കണ്ടീഷൻ ഇവിടെ ഇല്ല. കാരണം നമ്മൾ എടുക്കുന്നത് റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേർജൻസിൽ കൺവേർജൻസിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഡൈവേർജസ് എപ്പോഴാണ്? ഇഫ് റോ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1, വിച്ച് മീൻസ് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1. നൗ ദ ടെസ്റ്റ് ഇസ് ഇൻകൺക്ലൂസീവ് മീൻസ് ദ ടെസ്റ്റ് ഫെയിൽസ് വെൻ റോ ഇസ് ഈക്വൽ ടു 1, വിച്ച് മീൻസ് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു 1. വാട്ട് ഇസ് മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു 1? അതെന്താണ്? ദാറ്റ് മീൻസ് മോഡുലസ്
of x means x takes the value plus 1 or x takes the value minus 1, which means that we have to investigate the convergence of these values separately. That means we have to do the calculation for x equal to 1 and x equal to minus 1 separately. That means what is the next calculation we shall see. First of all, when x equal to 1, if I take when x equal to 1 in the given series substitute ചെയ്യണം, അല്ലാതെ നമ്മുടെ റോയിലല്ല, given series x equal to 1 substitute ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? That is 1 raised to k. On expanding, what do you get? 1 plus 1 plus 1 plus etc. Which means that what is this? ഇത് എന്ത് സീരീസ് ആണ്? ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് അതൊരു ജോമെട്രിക് സീരീസ് ആണ്. കാരണം ജോമെട്രിക് സീരീസ് ആണെങ്കിൽ എന്താണ്? a equal to 1, r equal to 1 ആണ്. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ദാറ്റ് മീൻസ് r equal to 1. അപ്പോൾ എപ്പോൾ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യും? എ ജോമെട്രിc series converges if modulus of r is less than 1, isn't it? So therefore modulus of r is less than or equal to, a geometric series converges if modulus of r is less than 1 and it diverges if modulus of r is greater than or equal to 1. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന വാല്യൂ എന്താണ്? modulus of r is equal to 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീരീസ് എന്താണ്? the given series diverges. So therefore from this we can say that the given series diverges. Now when x equal to minus 1, this is the first case. Now coming to the second case, നമുക്ക് ഇവിടെ സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എടുക്കുമ്പോൾ x equal to minus 1. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ minus 1 raised to k എന്ന് പറയുമ്പോൾ എന്താ? minus 1 plus 1 minus 1 plus 1. അതും a equal to എന്താണ് ഫസ്റ്റ് ടേം? അതും ഒരു ജോമെട്രിക് സീരീസ് ആണോ എന്ന് നോക്കാം. a equal to minus 1, r equal to സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേം. ഈക്വൽ ആണോ? യെസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു minus 1. അപ്പോൾ മോഡുലസ് ഓഫ് r എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് എന്താണ്? ഡൈവേർജിങ് ആണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. അതായത് സെൻറ്റർ വാല്യൂ 0, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ -1, റൈറ്റ് സൈഡിൽ +1. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് റോ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജസ് അല്ലേ. അടുത്തത് റോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജസ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് റോ ലെസ് ദാൻ 1 മീൻസ് കൺവേർജസ്. അപ്പോൾ ഈ ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജസ്, ഇതിന് താഴെ ലെസ് ദാൻ 1, അപ്പോൾ അതിനിപ്പുറത്ത് കൺവേർജസ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജസ്. നമ്മളിപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് എക്സ് ഇൻ ബിറ്റ്വീൻ ദ ഇൻ്റർവൽ -1 +1 നമ്മൾ എടുത്തപ്പോൾ, അതായത് +1 അറ്റ് ദ പർട്ടിക്കുലർ പോയിൻറ്റ് +1 ഈ ഒരു പോയിൻറ്റിലും ഡൈവേർജിങ് വരുന്നുണ്ട്. അപ്പോൾ അതർ ദാൻ ദാറ്റ് പോയിൻറ്റ്, ആ ഒരു പോയിൻ്റ് ഒഴികെ ബാക്കി എല്ലാ പോയിൻറ്റും അപ്പോൾ എന്താണ്? ബാക്കി റിമൈനിങ് പോയിൻറ്റ്സ് എല്ലാം കൺവേർജിങ് ആണ്. ലെസ് ദാൻ -1ഉം കൺവേർജിങ് ആണ്. സോ ദെയർഫോർ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് എവിടേക്കാണ് വരുന്നത്? ഇൻ്റർവൽ ഓഫ് കൺവേർജൻസിൽ -1നും +1നും ഇടയ്ക്കാണ് ഇൻ്റർവൽ വരുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്യാമോ? പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ. ഇൻക്ലൂഡഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ്. നമുക്കിവിടെ കാരണം -1ഉം +1ഉം ഡൈവേർജൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഓപ്പൺ ഇൻ്റർവലേ കൊടുക്കാൻ പറ്റൂ. അതായത് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് ഈക്വൽ ടു 1 ഇസ് ദ റിക്വയർഡ് ആൻസർ. നൗ the next question, summation k varies from 0 to infinity x raised to k by k factorial. So on applying the ratio test, what is the ratio test for absolute convergence? Rho equal to limit k tends to infinity uk plus 1 divided by uk. So let uk, this is in the form of summation k varies from 0 to infinity uk. So we have to assume that let uk equal to x raised to k by k factorial and uk plus 1 is equal to x raised to k plus 1 divided by k plus 1 factorial. So therefore x raised to k plus 1 can be written as x raised to k into x raised to 1 divided by k plus 1 factorial. എങ്ങനെ എഴുതും? k plus 1 into k factorial. സോ ഇതിൽ നമ്മൾ എഴുതുമ്പോൾ ഡിവൈഡ് ചെയ്യുക. കാരണം ഇത് പ്രത്യേകിച്ച് ഞാനിവിടെ എഴുതാൻ കാരണം പരീക്ഷ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിന് സെപ്പറേറ്റ് മാർക്കുണ്ട്.
So modulus of x raised to k plus 1 divided by k plus 1 into k factorial divided by x raised to k. അപ്പോൾ ഇതിൽ k ഫാക്ടോറിയലും k ഫാക്ടോറിയലും ക്യാൻസൽ ആവുന്നുണ്ട്, എക്സ് റൈസ് ടു കെയും എക്സ് റൈസ് ടു കെയും ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എക്സ് ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ബൈ എക്സിനല്ല കെക്കാണ്. സോ ഇൻഫിനിറ്റി പ്ലസ് 1 ദാറ്റ് ഇസ് എക്സ് ബൈ ഇൻഫിനിറ്റി ഇസ് 0 വിച്ച് ഇസ് ലെസ് ദാൻ 1. ദെയർഫോർ റോ വാല്യൂ ഇസ് ലെസ് ദാൻ 1 മാത്രമേ നമുക്കിവിടെ കണ്ടീഷൻ വരുന്നുള്ളൂ. നേരത്തെ ഉള്ള കേസിൽ മോഡുലസ് ഓഫ് എക്സ് എന്ന് വന്നപ്പോൾ നമുക്ക് ആൻസർ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, കാരണം എക്സ് ഏതൊക്കെ വാല്യൂ എടുക്കുമോ അതിനനുസരിച്ച് ആൻസർ മാറും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരേ ഒരു സിംഗിൾ ആൻസറാണ് വന്നിരിക്കുന്നത്. ദ റോ വാല്യൂ ഇസ് ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് എന്താണ്? കൺവേർജസ് ആണെങ്കിൽ ഇൻ്റർവൽ ഓഫ്, അപ്പോൾ റോ വാല്യൂ കൺവേർജിങ് ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിലുള്ള ഏത് വാല്യൂ കൊടുത്താലും കൺവേർജിങ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് ഇസ് മൈനസ് ഇൻഫിനിറ്റി കൊമ ഇൻഫിനിറ്റി. ഒരിക്കലും മൈനസ് ഇൻഫിനിറ്റി കൊമ ഇൻഫിനിറ്റി ഓപ്പൺ ഇൻ്റർവെൽ കൊടുക്കാൻ പാടില്ല, ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് വി ആർ ഹാവിങ് മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി കൊമ ഇൻഫിനിറ്റി. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. നൗ the next question, summation k varies from 0 to infinity k factorial into x raised to k. x raised to k ഇവിടെ നമുക്ക് വരുമ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഓപ്ഷൻ ഇതിവിടെ എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, ഇതവിടെ ഇരിക്കട്ടെ. ഇത് നമുക്കറിയത്തില്ല, നമ്മളറിയാത്ത കാര്യങ്ങൾ എഴുതണ്ട. ആദ്യം നമുക്കറിയാവുന്നുള്ളത് ഇത് ഏത് ഫോർമാറ്റാണ്? സമ്മേഷൻ കെ വേരീസ് ഫ്രം 0 to infinity k factorial into, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ ടേക്ക് ദിസ് ആസ്, നമുക്കിതിനെ യു കെ എന്ന് തന്നെ എടുക്കാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു യു കെ. ലെറ്റ് യു കെ ഈക്വൽ ടു കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ് ടു കെ, യു കെ പ്ലസ് 1 ഈക്വൽ ടു കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ് ടു കെ പ്ലസ് 1. സോ ദെയർഫോർ ഇതെങ്ങനെ എഴുതാം? കെ പ്ലസ് 1 ഇൻറ്റു കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ് ടു കെ ഇൻറ്റു എക്സ്. ഇനി റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, അബ്സല്യൂട്ട് കൺവേർജൻസിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ റോ ഈക്വൽ ടു limit k tends to infinity modulus of uk plus 1 divided by uk, that is equal to, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു, അതിൽ ക്യാൻസൽ ചെയ്യേണ്ട ടേംസ് എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ബാക്കി വരുന്നത് കെ പ്ലസ് 1 ഇൻറ്റു എക്സ്. അപ്പോൾ കെ പ്ലസ് 1 ആകുമ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇൻഫിനിറ്റി പ്ലസ് 1 ഇൻറ്റു x. That means it is equal to endana infinity, which means it is greater than 1. So therefore rho value is greater than 1, which means that ഇവിടെയും ഒരേ ഒരു പോയിന്റ് മാത്രമാണ് വരുന്നത്. That means the series diverges for all non-zero values of x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ എടുക്കേണ്ടത്, അതായത് രണ്ട് ഓപ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. ഒന്ന്, എക്സ് ഇവിടെ ഇൻഫിനിറ്റി എന്ന് വന്നത് കാരണം ഒരേ ഒരു ആൻസർ മാത്രമേ നമുക്കിവിടെ ചോയ്സ് വരുന്നുള്ളൂ. നേരത്തെ ഉള്ള കേസിൽ അങ്ങനെയല്ല. നേരത്തെ ഉണ്ടായിരുന്ന കേസിൽ എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് എന്ന് അവിടെ കിട്ടി. അപ്പോൾ എക്സ് ഏതൊക്കെ വാല്യൂ എടുക്കും എന്നുള്ളത് നമ്മൾ നോക്കി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഒറ്റ ആൻസറാണ് വരുന്നത്, റോ ഗ്രേറ്റർ ദാൻ 1. അതായത് ഈ സീരീസ് ഡൈവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീരീസ് ഡൈവേർജ് ചെയ്യണമെങ്കിൽ അപ്പോൾ കൺവേർജിങ് എന്തായാലും ഉണ്ടാവണം. ആ കൺവേർജിങ് പോയിന്റ് എവിടെയാണെന്ന് നോക്കാം. അതായത് ഒരു കൺവേർജിങ് പോയിന്റ് എങ്കിലും ഈ സീരീസിനകത്ത് ഉണ്ടാവണം. അപ്പോൾ വെൻ എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0, അപ്പോൾ ഈ സീരീസ് ഒരു നോൺ സീറോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. വിച്ച് മീൻസ് ദാറ്റ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് ലെറ്റ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഈ സീരീസ് എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും ആൻസർ. അപ്പോൾ എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 മീൻസ് യു വിൽ ഗെറ്റ് എ വാലിഡ് ആൻസർ ദാറ്റ് ദ സീരീസ് ഡൈവേർജസ്. അപ്പോൾ കൺവേർജിങ് പോയിന്റ് ഒന്നെങ്കിലും അവിടെ ഉണ്ടാവണം. അതായത് interval of convergence is the single value x equal to 0. That means the radius of convergence r is also the single value r is equal to 0. Now the next one, summation k varies from 0 to infinity minus 1 raised to k x raised to k by 3 raised to k into k plus 1. So now here this is in the form of summation
k varies from 0 to infinity of uk. Let uk equal to, assume that uk plus 1 എഴുതുക. പിന്നെ ഒരു കാര്യം ഓർക്കാം, മോഡുലസിനകത്ത് -1 വന്നാലും ശരി, മോഡുലസിനകത്ത് -1 വന്നാലും ശരി, all these are equal, because when you consider all these values inside the modulus, the value is equal to 1. So therefore, applying the ratio test for absolute convergence, rho equal to, write the formula first, then you apply the terms. അത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ x റൈസ് ടു കെയും ഒരു x റൈസ് ടു കെയും ക്യാൻസൽ ആവുന്നുണ്ട്, 3 റൈസ് ടു കെ ക്യാൻസൽ ആവുന്നുണ്ട്. ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാണ് വരുന്നത്? k + 1/k+2, പിന്നെ ഇവിടെ ഒരു എക്സ് വരുന്നുണ്ട്, എക്സ്, അതായത് എക്സ് റൈസ് ടു കെ പ്ലസ് 1നെ നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് എക്സ് റൈസ് ടു കെ ഇൻറ്റു എക്സ് റൈസ് ടു 1. അതേപോലെ 3 റൈസ് ടു കെ പ്ലസ് 1 ആകുമ്പോൾ എങ്ങനെ എഴുതും? 3 റൈസ് ടു കെ ഇൻറ്റു 3. അപ്പോൾ ഇതെല്ലാം ക്യാൻസലായി പോയി കഴിയുമ്പോൾ ബാക്കി വരുന്ന ടേം മോഡുലസ് ഓഫ് എക്സ് ബൈ 3, സോറി, which is equal to modulus of x divided by 3, modulus of k plus 1 plus by k plus 2 into mod x by 3. That means mod x by 3 നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ടേമിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം, നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ടേംസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു കെ പുറത്തെടുക്കുക, ഡിനോമിനേറ്ററിൽ ഒരു കെ പുറത്തെടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന ആൻസറിലോട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓൺ അപ്ലൈയിങ് ദ ലിമിറ്റ് യു വിൽ ഗെറ്റ് mod x by 3 equal to 1 plus 1 by infinity by 1 plus 2 by infinity, that is mod x by 3, because this answer is into 1 ആയിരിക്കും വരുന്നത്. So the ratio test for absolute convergence implies that the series converges absolutely. എപ്പോൾ ഈ സീരീസ് കൺവേർജ് ചെയ്യും? റോ വാല്യൂ is less than 1, അതായത് mod x by 3 is less than 1, which means modulus of x is less than 3. ഇനി ഈ സീരീസ് diverges if rho greater than 1, that implies mod x by 3 is greater than 1, that means mod x is greater than 3. The test fails, or the test is inconclusive when rho is equal to 1, which means that mod x equal to 3. Modulus of x is equal to 3 means x takes the values -3 and x takes the value +3. So if we are getting in this manner, we have to analyze the conditions separately for x equal to -3 and x equal to +3. The next case is, suppose when x equal to -3, then the given series is, substitute in the given series, x equal to -3യും x equal to +3 എന്ന് വരുവാണെങ്കിൽ നമുക്ക് ആ രണ്ട് കേസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. അത് അനലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ഗിവൺ സീരീസിലോട്ട് ഈ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേനും ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് എന്താണോ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ -1 into -3 അപ്പോൾ -1 into -1 എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സോ 3 ക്യാൻസൽ ആവുന്നുണ്ട്, 1/k + 1. ഇത് ജസ്റ്റ് k = 0 ഇടുമ്പോൾ 1, k = 1 ഇടുമ്പോൾ 1/1 + 1, ദാറ്റ് ഈസ് 1/2 + 1/3 + 1/4 etc., which is a harmonic series. അല്ലേ, ഇതൊരു ഹാർമോണിക് സീരീസ് അല്ലേ? ദാറ്റ് മീൻസ് ഇതെന്താണ്? ഈ ഹാർമോണിക് സീരീസ് നമുക്കറിയാം, നേരത്തെ തന്നെ ഞാനൊരു പോയിൻ്റായിട്ട് ഹാർമോണിക് സീരീസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഓൾവേസ് ഡൈവേർജസ്. നൗ when x equal to 3 നമ്മുടെ ഗിവൺ സീരീസിലോട്ട് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക? 3 ക്യാൻസൽ ആവുന്നുണ്ട്, -1 the whole raised to k by k plus 1 വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 - 1/2 + 1/3 - 1/4 etc. വരുന്നുണ്ട്, which is an alternating harmonic series which converges. അപ്പോൾ alternating harmonic series നേരത്തെ പറഞ്ഞു, harmonic series diverges and alternating harmonic series converges. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന വാല്യൂ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ വാല്യൂവിൽ -3 + 3 വരുന്നുണ്ട്. അപ്പോൾ അറ്റ് -3 നമ്മൾ എടുത്തപ്പോൾ എന്ത് വന്നു? ഡൈവേർജസ്. ഇനി അറ്റ് +3 എടുത്തപ്പോൾ കൺവേർജസ്. പിന്നെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഏതാണ്? നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അവിടെ നോക്കിക്കേ, റോ വാല്യൂ <1 ആണെങ്കിൽ, അതായത് mod x is <3 ആണെങ്കിൽ അത് കൺവേർജസ്, mod x greater than 3 ആണെങ്കിൽ ഡൈവേർജസ് അല്ലേ?
അപ്പോൾ ലെസ് ദാൻ ത്രീ ആകുമ്പോൾ ത്രീക്ക് താഴെയുള്ളതെല്ലാം കൺവേർജസ്, ഇങ്ങോട്ടുള്ളതെല്ലാം ഡൈവേർജസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺവേർജസ് അറ്റ് ദ പർട്ടിക്കുലർ പോയിൻറ്റും കൂടെ നമ്മൾ നോക്കിയപ്പോൾ ഒരു പോയിൻ്റ് കൺവേർജ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഡൈവേർജ് ചെയ്യുന്നു. ഡൈവേർജ് ചെയ്യുന്നത് ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കണം, കൺവേർജ് ചെയ്യുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയിരിക്കണം. അപ്പോൾ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ. ഇതിൽ അതായത് ഇവിടെ നമ്മൾ -3 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഇൻ്റർവെൽ ആകുമ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ -3 ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 3, കാരണം 3 കൺവേർജ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് -3,3യിൽ ഇത് വേണ്ട ഓപ്പൺ ഇൻ്റർവെൽ, ഇത് വേണം അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താ? ദാറ്റ് മീൻസ് r is equal to 3 ആണ്. -r ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് r എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് കണ്ടീഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ അറ്റ് പർട്ടിക്കുലർ പോയിന്റ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്നുള്ളത് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരൊറ്റ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ബട്ട് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡോണ്ട് ലീവ് ദിസ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പഠിക്കുക. ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.